സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023-24 ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത സമുദ്രോൽപ്പന്നത്തിന്റെ ആകെ മൂല്യം എത്രയായിരുന്നു? $7.38 ബില്യൺ. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ട്രെന്റ് ബോൾട്ട് ഏത് രാജ്യക്കാരനാണ്? ന്യൂസിലാൻഡ്. ഈയിടെ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച സബ് മെഷീൻ തോക്കിന്റെ പേരെന്ത്? അസ്മി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഡൽഹി NCRന് ചുറ്റുമുള്ള ദേശീയ പാതയോരങ്ങളിൽ വനവൽക്കരണത്തിനായി മരങ്ങൾ നടുന്നതിന് ഏത് രീതിയാണ് അവലംബിക്കുന്നത്? മിയാവാക്കി മെത്തേഡ്. ലോക അരിവാൾ കോശ ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ജൂൺ 19. നീരജ് ചോപ്ര 85.97 മീറ്റർ എറിഞ്ഞ് ഏത് ഇനത്തിലാണ് തന്റെ ആദ്യ സ്വർണം നേടിയത്? പാവോ നൂർമി ഗെയിംസ്. ഉള്ള 100% ഹൈഡ്രജൻ റെഡി എഞ്ചിൻ പവർ പ്ലാന്റിന് പിന്നിലെ പ്രധാന കണ്ടുപിടുത്തമെന്ത്? 100% ഹൈഡ്രജനിൽ പ്രവർത്തിക്കാനുള്ള പരിവർത്തനം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം MCD കമ്മീഷണറായി നിയമിച്ചതാരെ? അശ്വിനി കുമാർ. സ്വർഗ വിവാഹം അനുവദിക്കുന്ന ഏഷ്യയിൽ മൂന്നാമതായി മാറിയ രാജ്യം തായ്ലൻഡ്. ഏത് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് പുതിയ നളന്ദ സർവകലാശാല ക്യാമ്പസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്? ആസിയാൻ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.